US ഷട്ട്ഡൗൺ അവസാനിക്കുന്നു. സെനറ്റിൽ ഡെമോക്രാറ്റ് പാർട്ടിയുമായി ധാരണയായതോടെയാണ് 40 ദിവസം നീണ്ട ഷട്ട്ഡൗണിന് അന്ത്യം കുറിക്കുന്നത്. 8 ഡെമോക്രാറ്റ് അംഗങ്ങൾ ബില്ല് അവതരണത്തെ പിന്തുണച്ചു. ജീവനക്കാരുടെ പിരിച്ചുവിടൽ മരവിപ്പിക്കും. എന്നാൽ ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് ഉടനില്ലെന്നാണ് അറിയിപ്പ്. അജയ് സുധാ ബിജു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇതെങ്ങനെയാണ് സാധ്യമായത്? ഈ ബില്ല് എങ്ങനെ പാസ്സായി? ആര്യ, നമുക്കറിയാം US-ലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൗണിനാണ് നിലവിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. 40 ദിവസങ്ങളോളം നീണ്ട ഈ ഷട്ട്ഡൗൺ മുന്നോട്ട് പോയിരുന്നു. ഇതോടെ രാജ്യത്തിൻ്റെ പല മേഖലകളും കടുത്ത പ്രതിസന്ധിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. നമ്മൾ കണ്ടിരുന്നു വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നിരവധി ജീവനക്കാരെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുന്നു. ഇത് കാരണം ഇവർക്ക് നിരവധി പേർക്ക് ശമ്പളം ലഭ്യമായില്ല. അതുപോലെ തന്നെ ഭക്ഷ്യപ്രതിസന്ധി രാജ്യത്ത് അത് രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ സർക്കാരിൻ്റെ അടിയന്തരമായിട്ട് നടക്കേണ്ട പല ആവശ്യങ്ങളും അത് നടക്കാതെ പോകുന്ന ഒരു ചുറ്റുപാടെല്ലാം അമേരിക്കയിൽ സംജാതമായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ അവരും പ്രതിസന്ധി നേരിടുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഡെമോക്രാറ്റ് അംഗങ്ങൾ അവരൊരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. എന്നാൽ അവർ തന്നെ ഡെമോക്രാറ്റിക് അംഗങ്ങൾ പലരും ഇപ്പോൾ എക്സിൽ തന്നെ കുറിച്ചിട്ടുണ്ട്. തങ്ങൾ ഇത് പൂർണ്ണമായി സമ്മതിച്ചിട്ടില്ല, ഇതൊരു വിട്ടുവീഴ്ചയല്ല. തങ്ങൾ ആദ്യം തന്നെ മുന്നോട്ട് വെച്ച ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള ടാക്സിൻ്റെ ടാക്സ് ഇളവ് അത് സംബന്ധിച്ച ഒരു ആവശ്യത്തിൽ നിന്ന് തങ്ങൾ ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. ഈ ആരോഗ്യ പരിരക്ഷ നികുതി ഇളവ് തങ്ങളുടെ ആവശ്യം അത് പരിഗണിക്കുക തന്നെ വേണം. ആ ആവശ്യം തങ്ങൾ ഇനിയും ഉന്നയിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഈ സർക്കാരിൻ്റെ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ അത് നടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഇപ്പോൾ നിലവിൽ ഇത് അംഗീകരിച്ചു കൊടുക്കുന്നത് എന്നാണ് ഡെമോക്രാറ്റുകൾ പറഞ്ഞത്. നിലവിൽ ട്രംപ് ഈ ചർച്ചയ്ക്ക് ട്രംപും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് അത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് റിപ്പബ്ലിക്കൻസിനോട് ട്രംപ് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ ഒരു ന്യൂക്ലിയർ ആക്ഷന് തയ്യാറാകണം, ഇത്തരത്തിൽ ഈ ഒരു 60 പേർ പിന്തുണയ്ക്കണം എന്നുള്ള ഒരു നിയമം അത് ഉൾപ്പെടെ എടുത്തു കളയാനായിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോകണം എന്നുൾപ്പെടെ കടുത്ത ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരുന്നത്. ട്രംപും ചർച്ചയ്ക്ക് വഴങ്ങുന്നു. അത് തീർച്ചയായിട്ടും അമേരിക്കയിൽ ഉടലെടുത്ത പുതിയ സാഹചര്യങ്ങൾ കൂടി കണക്കാക്കിയാണ്. ഇപ്പോൾ US-ൽ മംദാനിയുടെ വിജയം ഉൾപ്പെടെ അത് ഒരു ഘടകമായിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾക്ക് രാജ്യത്ത് ലഭിക്കുന്ന വലിയ സ്വീകാര്യത ഇപ്പോൾ നടന്ന ഈ മേയർമാരുടെ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും നിരവധി സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ഈ ഡെമോക്രാറ്റുകളുടെ ആശയങ്ങൾക്ക് രാജ്യത്ത് വലിയൊരു പിന്തുണ ലഭിക്കുന്നു എന്നൊരു തോന്നൽ അത് ട്രംപിനുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ട്രംപും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻസും തയ്യാറായത്. ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പോൾ ഈ ഒരു ബില്ല് പാസ്സാകും, ഇപ്പോൾ യാതൊരുവിധ ഭയത്തിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു. ഇപ്പോൾ അത് സെനറ്റിൽ ബില്ല് പാസ്സായിരിക്കുകയാണ്. 40-60 എന്നീ വ്യത്യാസത്തിലാണ് സെനറ്റിൽ നിലവിൽ ഈ ധനാനുമതി ബില്ല് പാസ്സായിട്ടുള്ളത്. ഇതിന് ശേഷം ഇനി 2 ഘട്ടങ്ങൾ കൂടി ഇത് പാസ്സാക്കേണ്ടതുണ്ട്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഈ ബില്ല് അടുത്ത ഘട്ടത്തിൽ പാസ്സാകണം. അതിനുശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൽ ഒപ്പുവയ്ക്കണം. അപ്പോൾ ഇത്തരത്തിൽ 2 ഘട്ടങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് പാസ്സാവുകയുള്ളൂ. ഇതിൻ്റെ മറ്റ് 2 നടപടികളും ഉടൻ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് ഈ ബില്ല് പാസ്സായിട്ടുള്ളത്. എന്നാൽ ഇതൊരു താൽക്കാലിക ആശ്വാസമാണെന്ന് കൂടി പ്രേക്ഷകരോട് എടുത്ത് പറയേണ്ടതുണ്ട്. ഇതിപ്പോൾ ജനുവരി 31 വരെ മാത്രമാണ് ഈ ഒരു പുതിയ ഒരു ബില്ലിന് അനുമതിയുള്ളത്. ഈ ബില്ലിൻ്റെ ഇത് വെച്ചിട്ട് ഈ പിരിച്ചുവിട്ട സർക്കാർ ജീവനക്കാരെ തിരിച്ചു വിളിക്കാൻ ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യ സബ്സിഡി പദ്ധതി അത് ഉടൻ പുനരാരംഭിക്കാൻ ധാരണയായിട്ടുണ്ട്. ഭക്ഷ്യസഹായം, അതുപോലെ തന്നെ വെറ്റേണർമാരുടെ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയ്ക്ക് നൽകുന്ന ധനസഹായം, ഇതെല്ലാം ഈ ഒരു പുതിയ ബില്ലിലുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ നടന്നു പോകാൻ തക്കവണ്ണമുള്ള ഈ ഭക്ഷ്യ സബ്സിഡികൾ, അതുപോലെ തന്നെ ജീവനക്കാരെ തിരിച്ചു വിളിക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കൽ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കുള്ള അടിയന്തര സഹായം മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതും ജനുവരി 31 വരെ മാത്രമാണ് ഇപ്പോൾ അംഗീകരിച്ച് പാസ്സായ ബില്ലിലുള്ളത്. എന്നാൽ പൂർണ്ണമായിട്ട് 1 വർഷത്തേക്കുള്ള ബില്ലല്ല ഇപ്പോൾ പാസ്സായിട്ടുള്ളത്. അതിന് ഡെമോക്രാറ്റുകൾ വയ്ക്കുന്ന വ്യവസ്ഥ തീർച്ചയായിട്ടും ഈ
ഈ ആരോഗ്യ പരിരക്ഷ അതിനകത്ത് ഈ നികുതി ഇളവ് ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ്. അത് പൂർണ്ണമായിട്ട് റിപ്പബ്ലിക്കൻസ് അംഗീകരിച്ചിട്ടില്ല. അതിൽ ചർച്ചയാകാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അതിലും വൈകാതെ തന്നെ റിപ്പബ്ലിക്കൻസ് വഴങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസമായ നടപടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ദീർഘകാലമായി, അതായത് ഒരു 40 ദിവസമായി നീണ്ടു നിന്ന ഷട്ട് ഡൗണിന് അങ്ങനെ പര്യവസാനമാവുകയാണ്. ബില്ല് പാസ്സാകുന്നു. 8 ഡെമോക്രാറ്റ് അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചതോടുകൂടിയാണ് ബില്ല് പാസ്സാവുന്നത്. അജയ് സുധ ബിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.